ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കി കരസേന മുൻ മേധാവി ജനറൽ നരവനെയുടെ ഓർമ്മക്കുറിപ്പ്. പുസ്തകം സഭയിൽ വായിക്കാൻ ശ്രമിച്ച രാഹുലിനെ തടഞ്ഞു പ്രതിപക്ഷം. പുറത്തിറങ്ങാത്ത പുസ്തകം വായിക്കാനാകില്ലെന്ന് സ്പീക്കർ. രാജ്നാഥ് സിംഗും രാഹുൽ ഗാന്ധിയും തമ്മിൽ തർക്കം. നരവനെ പുസ്തകമിറക്കാൻ സർക്കാർ അനുവദിച്ചില്ലെന്ന് രാഹുൽ ഗാന്ധി. അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ സംഭാഷണം പുറത്ത്. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. തന്നോട് പറഞ്ഞു ഏറ്റെടുക്കാൻ. എടോ, ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു, തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താനെന്തിനാ നടന്ന് പഠിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ തുടങ്ങി എത്തിക്സ് കമ്മിറ്റി പരാതി പരിശോധിക്കും. CJ റോയുടെ ഡയറിക്കുറിപ്പിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുമെന്ന് സൂചന. UAE ബിസിനസിൽ സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പരാമർശം. കുടുംബത്തോടും ജീവനക്കാരോടുമുള്ള ക്ഷമാപണവും കുറിപ്പിൽ. കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാൻ പോലീസ്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചു. ബജറ്റിൽ പ്രഖ്യാപനമില്ലെങ്കിലും അതിവേഗ പാതയുമായി ശ്രീധരൻ മുന്നോട്ട്. പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് ജീവനക്കാരെ നിയമിച്ചു. സംസ്ഥാന പ്രോജക്റ്റ് അല്ല, കേന്ദ്ര പ്രോജക്റ്റ് എന്ന് വിശദീകരണം. വൈകിട്ട് മാധ്യമങ്ങളെ കാണാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി. കുത്തനെ ഇടിഞ്ഞ് സ്വർണ്ണവില. ഇന്ന് കുറഞ്ഞത് 2 തവണ. പവന്റെ വില 1,07,920 രൂപയിലെത്തി. ഇന്ന് മാത്രം കുറഞ്ഞത് 9,840 രൂപ. CSR തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണനെതിരെ കേസ്. കടവന്ത്ര പോലീസിലെടുത്ത കേസിൽ ബിജു 1-ാം പ്രതി. അഭിഭാഷകൻ നിഷ പീറ്ററും ജീവനക്കാരും പ്രതികൾ. തട്ടിപ്പിന്റെ വാർത്ത പുറത്തുകൊണ്ടുവന്നത് News 18.